കഴിഞ്ഞ ദിവസം RSSന്റെ ഒരു ചടങ്ങിൽ RSSന്റെ ചീഫ് മോഹൻ ഭാഗവത് പറഞ്ഞത്രേ നരേന്ദ്രമോദി 75 വയസ്സിൽ രാജിവെക്കണമെന്ന് പറഞ്ഞെന്ന് ഇവർ പറയുന്നു. ആര്? എന്തായാലും അതിനെ RSSന്റെ ചീഫാണ് പറഞ്ഞെന്നാണ് പറയുന്നത് മോഹൻ ഭാഗവത്. അപ്പൊ എന്തായാലും അതിനെ ചൊല്ലി വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇവിടെ BJP-യിലല്ല, മറ്റു കോൺഗ്രസിലും ആം ആദ്മിയിലും. CPM-ൽ ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഈ നാഷണൽ പൊളിറ്റിക്സിൽ അവർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ലല്ലോ. കാരണം പ്രധാനമന്ത്രി ആരാവണമെന്നൊക്കെ ഉള്ള തീരുമാനം ഇങ്ങനെ എന്തുകൊണ്ട് അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. അതായത് ആം ആദ്മിയിലും കോൺഗ്രസിലും ഒക്കെ വലിയൊരു ഇത് വന്നിരിക്കുകയാണ്. എന്തായാലും ചടങ്ങ് RSS അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു മൊറോബാന്ത് പിംഗള എന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ പറ്റിയൊരു പുസ്തകം പ്രകാശന ചടങ്ങിലാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പം ഇദ്ദേഹം മൊറോബാന്ത് പിംഗളെ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 75 വയസ്സാകുമ്പം രാഷ്ട്രീയ ജീവിതം എല്ലാവരും വിരമിക്കണമെന്നുള്ളത്. അപ്പൊ അതൊന്നും കൂടെ എടുത്ത് ഇദ്ദേഹം പറഞ്ഞു. കാരണം ഇദ്ദേഹത്തിന് ഈ വർഷം 75 വയസ്സാവുന്നുണ്ട്, മോഹൻ ഭാഗവതിന് ഈ സെപ്റ്റംബറിൽ. ഒന്നുമില്ല. അപ്പൊ എന്തായാലും അങ്ങനെ അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞത് ഉടനെ വളച്ചൊടിച്ചിട്ട് ഇപ്പൊ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് RSSന്റെ ചീഫ് വരെ പറയുന്നത്. അന്ന് ഇവർ പറഞ്ഞിടത്തുനിന്ന് RSSന്റെ ഈ ചീഫ് പറഞ്ഞ എല്ലാവരും കേൾക്കുമെന്ന്. ഏത് മോഹൻ ഭാഗവത് പറയുന്ന എല്ലാം അതുപോലെ കേൾക്കുന്ന ആൾക്കാരാണ് ഈ കോൺഗ്രസും ആം ആദ്മിയൊക്കെ. അതുകൊണ്ട് ഇത് മാത്രം എന്തോ ഒരു പൊക്കി പിടിച്ചോണ്ട് നടക്കുക. എന്തായാലും ഈ നരേന്ദ്രമോദി രാജിവെക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം എന്തായാലും ഇവർക്ക് വേറെ രീതിയിൽ തോപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ രാജിവെച്ച് ഒഴിഞ്ഞു പോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ഇതിനകത്ത് പ്രസക്തമായിട്ട് വന്നു. നരേന്ദ്രമോദിക്ക് ശേഷം മറ്റൊരാളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അവിടെ എന്തായാലും ഇതിൽ നിന്നൊക്കെ കൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതായത് ഇപ്പൊ വിജയ് പറഞ്ഞ പോലെ, വിജയ് ഇപ്പൊ പറഞ്ഞു RSSന്റെ നേതാക്കൾ പറഞ്ഞാൽ അത് കോൺഗ്രസും മറ്റുള്ളവർ കേൾക്കും. കാര്യം കോൺഗ്രസുമായി RSS ടൈപ്പായിട്ട് നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കും, പ്രത്യക്ഷത്തിൽ ചിലർ വിചാരിക്കും RSS പറയുന്നത് കോൺഗ്രസ് എന്തിനും പറഞ്ഞാൽ കേൾക്കും. ഇപ്പൊ വിജയ് പറഞ്ഞതിൽ അങ്ങനെ ഉണ്ടായിരുന്നു. RSS അത് തന്നെ അങ്ങനെ ഉണ്ട്. നരസിംഹറാവു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയത് RSSന്റെ പിന്തുണയോടെയാണ്. അല്ല, ഞാൻ ഇപ്പൊ അവര് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോ ആണ് നരസിംഹറാവു അങ്ങനെ നോക്കിയാൽ ഇപ്പൊ ഇവരിപ്പോ സവർക്കർ എന്ന് കേട്ടാൽ കോൺഗ്രസിന് ഇപ്പൊ പുച്ഛമാണ്. പക്ഷെ അവർ കാർക്കിച്ച് തുപ്പും അതൊക്കെ ചെയ്യും. പക്ഷെ മാപ്പ് എഴുതി കൊടുത്ത രാജ്യദ്രോഹി എന്നൊക്കെ പറയാം. പക്ഷെ ഈ സവർക്കറിനെ സ്റ്റാമ്പിൽ ഉൾപ്പെടുത്തിയതും സവർക്കറിനെ പൂജ ചെയ്തതും ഇന്ദിരാഗാന്ധിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഒരു ഇന്ദിരാഗാന്ധി കാണിച്ച ചെയ്തികളെ കുറിച്ചൊക്കെ ഇപ്പൊ അവരുടെ പാർട്ടിക്കാരനായ ശശി തരൂർ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് കാണിച്ചതും അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി കാണിച്ചതും ഒക്കെ എന്ത് ക്രൂരതായിട്ടുള്ള കാര്യങ്ങൾ. പുരുഷന്മാരെ ബന്ധീകരണം, ചെറുപ്പക്കാരെ ബന്ധീകരണം ചെയ്ത കഥയൊക്കെ അറിയാമല്ലോ. അപ്പൊ നമുക്കിതിൽ പറയാനുള്ളത്, BJP-യിൽ ഇങ്ങനെ മോഹൻ ഭാഗവത് എന്ന അവരുടെ RSS നേതാവ് 75 വയസ്സ് കഴിഞ്ഞവരെ അവരുടെ ഈ പാർലമെന്ററി തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തണം, അദ്ദേഹം നരേന്ദ്രമോദി മാറണം എന്നൊക്കെ പറഞ്ഞതായി വാർത്തകൾ നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയാം. അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ അവർക്ക് അവരുടേതായ പോളിസികളുണ്ട്. ഇപ്പൊ CPM 75 വയസ്സിന്റെ മാനദണ്ഡം പറഞ്ഞിട്ട് കാരണം അവർക്ക് അടുപ്പിലുമാകാം എന്ന് പറയുന്ന പോലെ 75 വയസ്സിന്റെ മാനദണ്ഡം പറഞ്ഞ 2022-ലാണെന്നാണ് എന്റെ ഓർമ്മ. 2022-ൽ അവരെ കണ്ണൂർ പാർട്ടി അതെ CPM-ന്റെ പാർട്ടി തന്നെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ 75 വയസ്സായി. പക്ഷെ അന്ന് 75 അല്ല, അന്ന് അദ്ദേഹത്തിന് 72 ഒക്കെ ആയി. ഇപ്പൊ 78 വയസ്സുണ്ട്. ഇപ്പൊ 78. അപ്പൊ അന്ന് ഇത് 2022 എന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നേ. അപ്പൊ പക്ഷെ അന്ന് അവരുടെ തീരുമാനം എനിക്ക് തോന്നുന്നത് പാർട്ടിയിൽ എടുക്കുന്ന ആൾക്കാരെ പറ്റി എന്നാണ് ആ ഒരു ഇത്. അതായത് 75 വയസ്സിന് മുകളിലുള്ളവരെ പാർട്ടിയിൽ എടുക്കണ്ട എന്നുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ 70 വയസ്സ് കഴിയുമ്പോൾ ബുദ്ധിസ്ഥിരതയൊക്കെ അത് ബാധിച്ചു തുടങ്ങും. അപ്പൊ ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് പലരെയും വെട്ടിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പം പലരുടെ പേരുകളും വെട്ടിക്കാൻ അദ്ദേഹത്തിന് ഇരിക്കുകയാണ്. നമ്മളിവിടെ പറയുന്നത് ഈ പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ കാര്യത്തിലാണ്. നരേന്ദ്രമോദിക്ക് 75 വയസ്സ് കഴിഞ്ഞാൽ മാറണം, നരേന്ദ്രമോദിക്ക് എന്നല്ല BJP-യിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്ന് RSSകാരനായ BJP-കാരനാണല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദി. ഇപ്പൊ അമിത്ഷാ പറഞ്ഞു, എന്റെ കുടുംബം എന്നെ വിളിക്കുന്നു, നിങ്ങൾ ഈ പരിപാടിയൊക്കെ മതിയാക്കി വരൂ, നമുക്ക് നമ്മുടെ ബിസിനസ്സുകളൊക്കെ ചെയ്യാം. അമിത്ഷായ്ക്ക് വെറും 61 വയസ്സേ ഉള്ളൂ. അമിത്ഷായ്ക്ക് 61 വയസ്സും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് 55 വയസ്സുമായി. രാഹുൽ ഗാന്ധിക്ക് 55 വയസ്സായി, അമിത്ഷായ്ക്ക് വെറും 61 വയസ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല പേരുകൾ കേൾക്കുന്നെങ്കിലും യോഗി ആദിത്യനാഥിന്റെ പേര് മുതൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്ന ഒരു പുതുമയുള്ള ഒരു പേരെന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരിയുടെ പേരാണ്. അത് പറയുന്നത്, നിതിൻ ഗഡ്കരിയെ കുറിച്ച് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ MLA ആണ്. 75 വയസ്സ് തികയുന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനം ഒഴിഞ്ഞാൽ പിൻഗാമിയായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വരണമെന്ന് കോൺഗ്രസ് നേതാവും കർണാടക MLA-യുമായ ബേലൂർ ഗോപാലകൃഷ്ണ പറഞ്ഞിരിക്കുന്നു.
75 വയസ്സാകുന്നതോടെ നേതാക്കൾ വിരമിച്ച് മറ്റുള്ളവർക്ക് വഴിമാറണമെന്ന RSS മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് MLA യുടെ പ്രതികരണം. ഇത് ശരിക്കും പറഞ്ഞാൽ നിതിൻ ഗഡ്കരി നമുക്ക് അങ്ങനെ നമ്മൾ ചിരിച്ചു കളയേണ്ട ഒരാളൊന്നുമല്ല. നിതിൻ ഗഡ്കരി ഒരു നല്ല നേതാവ്. ഞാൻ ചിരിച്ചത് അതുകൊണ്ടല്ല, അല്ല ഈ പുതിയ വാർത്ത കേട്ടിട്ട് ചിരിച്ചത്. അതായത് ഈ ഒരു മൂന്നാമത്തെ ഇലക്ഷൻ തന്നെ BJPയുടെ മുഖം, BJPക്ക് 2 ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ പിന്തുണ കൊണ്ടാണ് ഇത്തവണ വന്നത്, സമ്മതിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിയുടെ മുഖം വെച്ച് തന്നെയാണ് ഇത്തവണയും ഭരണത്തിൽ വന്നിരിക്കുന്നത്. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. കോൺഗ്രസിന് മറിച്ച് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കാം. അപ്പം മോദി വേവ് അല്ലെങ്കിൽ മോദി പ്രഭാവത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യം, നരേന്ദ്രമോദി എന്ന പേരിലാണ് വന്നത് 3ാം സർക്കാർ. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇവർ ചുമ്മാ ഇരുന്നുകൊണ്ട് പറയുന്ന പോലെ ഈ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ഈ മാൻഡേറ്റ് 1 വർഷം കഴിഞ്ഞപ്പോൾ മോദി ഇനി സ്വയം തീരുമാനിക്കുകയാണ് ഇവരൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ വിരമിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മോദി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച് വോട്ട് നൽകി വന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ വോട്ട് നൽകി വിശ്വാസം അർപ്പിച്ച് വോട്ട് നൽകി വന്ന ഒരു പാർട്ടി അതിൽ പെട്ടെന്ന് പറയുകയാണ് എനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് മോദി അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അല്ല അതുമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ പഹൽഗാം ആക്രമണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ അത് മാത്രമല്ല വിരമിക്കുക എന്നൊക്കെ പറയുന്നത് വയസ്സന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മോദിയുടെ ബോഡി ലാംഗ്വേജിൽ എവിടെയെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളെക്കാളൊക്കെ ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പക്കാരനാണ്. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നത് ഈ പറയുന്ന കാര്യം വെച്ചാൽ ഗഡ്കരി രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകണം. കാരണം ഗഡ്കരി സാധാരണക്കാരനോടൊപ്പമാണ് ദേശീയപാതയുടെയും മറ്റു കാര്യങ്ങളിലും അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിനായി നല്ലത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും കോൺഗ്രസ്സുകാരനായ ഒരു വക്താവ്, കോൺഗ്രസ്സുകാരനായ ഒരു MLA അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന എന്താ പറയുക, അതൊരു ചെറിയ, ആ വാർത്തയിൽ ഒരു ചെറിയ പുതുമയുണ്ട്. കാര്യം നമ്മൾ ഇതുവരെ ഒരിടത്തും പറഞ്ഞു കേട്ടില്ല, ആരും ഈ ഗഡ്കരിയുടെ പേര് പറഞ്ഞു കേട്ടില്ല. ഗഡ്കരിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണെന്നറിയും? നമ്മുടെ ഇവിടുന്ന് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കുന്നത് ഗഡ്കരി വഴിയാണ്. ഗഡ്കരി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാണ്. ഗഡ്കരി ഒരു RSSകാരനാണ്. BMS എന്ന് പറയുന്ന അവരുടെ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയൊക്കെ അദ്ദേഹത്തിന് ബന്ധമുള്ളതാണ്. അപ്പൊ ഗഡ്കരി വരുന്നത് കേൾക്കുന്ന ഒരു പുതുമയുള്ള വാർത്ത ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനിടയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് കൂടെ നമ്മൾ വലിച്ചിഴച്ചത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ വിജയ് പറഞ്ഞു 75 വയസ്സിന്റെ മാനദണ്ഡം CPMന്റെ കാര്യം പറഞ്ഞു. CPMൽ പലരെയും അദ്ദേഹത്തിന് വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ കാര്യം നമുക്കിതിൽ പറയേണ്ടി വരും. നമ്മൾ ഒരു സബ്ജക്റ്റിനകത്ത് പല വിഷയങ്ങൾ കടന്നു വരുന്ന ഈ വയസ്സിന്റെ വിഷയം ഉള്ളത് കൊണ്ടാണ്. ഈ മല്ലികാർജുൻ ഖാർഗെക്ക് എത്ര വയസ്സുണ്ടെന്ന് വിചാരിക്കും? മല്ലികാർജുൻ ഖാർഗെക്ക് ഏതാണ്ട് 80 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുള്ള. അല്ല ചേട്ടാ, ഇവര് ഇത് ഉന്നയിക്കുന്നതിന്റെ കാരണം ഇവര് പറയുന്നത് BJPയിൽ അങ്ങനെ ഒരു നിയമമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് പക്ഷെ അവിടെ ലിഖിതമായിട്ട് ശരിയാണ്, അവർ പറയുന്നതിൽ കാരണമുണ്ട്. BJPയിൽ അങ്ങനെ ഒരു നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അമിത്ഷാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അമിത്ഷായ്ക്ക് 60 വയസ്സും രാഹുൽ ഗാന്ധിക്ക് 55 വയസ്സും. ഇവർ എന്നിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് LK അദ്വാനിയൊക്കെ 75 വയസ്സിന് ശേഷം നിങ്ങൾ മത്സരിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ യെദ്യൂരപ്പ വയസ്സിന്റെ പ്രായപരിധി കഴിഞ്ഞാൽ നിങ്ങൾ 77 വയസ്സിൽ അതൊക്കെ പറയുന്നുണ്ട്. അത് അപ്പോൾ ഈ പറയുന്ന ഇത് ലിഖിത നിയമമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കോൺഗ്രസ് ഇങ്ങനെ അവർക്ക് എക്സാമ്പിൾസ് ഉണ്ട്, കാരണം അവർക്ക് അങ്ങനെ നിയമമില്ല. അവർക്ക് ഇപ്പം പറഞ്ഞ അച്യുതാനന്ദൻ മത്സരിക്കുന്ന 2016 മത്സരിക്കുമ്പോൾ 90 വയസ്സുണ്ട്. അവർക്കൊന്നും അങ്ങനെ നിയമമില്ല. അപ്പൊ ഇവര് നിയമം വെച്ചിട്ട് നിയമം തെറ്റിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഇവരുടെ ബാക്കിയെല്ലാ നിയമങ്ങളും ഇവർ അംഗീകരിച്ചു കൊടുക്കുന്ന പോലെയാണ്. അപ്പൊ എന്തായാലും ഇതിൽ ഞാൻ പറഞ്ഞ ശരിക്കുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ നരേന്ദ്രമോദി 75 വയസ്സിന് ശേഷം രാജിവെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മുഖം ചിന്തിക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നുമില്ല BJP സംബന്ധിച്ച്. അല്ലല്ല, BJP എന്ന് പറയുന്ന ക്രൈസിസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ക്രൈസിസ് ഉണ്ടെന്നല്ല പറഞ്ഞു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി 11 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രഭാവത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ മാത്രമേ വയ്ക്കേണ്ടി വരുള്ളൂ. ആ ഒരു കുറവില്ല. നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിലേക്ക് മറ്റൊരു നേതാവ് വന്നിട്ടില്ല. അവരെ സംബന്ധിച്ച് ഒരു നരേന്ദ്രമോദി അല്ല അവരുടെ ലിസ്റ്റിലുള്ളത്. BJP ഒരിക്കലും അവർക്ക് അല്ല, വ്യക്തി കേന്ദ്രമല്ല. അതൊക്കെ ഉണ്ട്, സമ്മതിച്ചു. ഞാൻ പറയുന്നത് അതുകൊണ്ട് മോദി രാജിവെക്കണമെന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവിടെ മോദി രാജിവെക്കണം എന്ന് പറയുന്നത് തന്നെ മോദിയുടെ പ്രസക്തി ഇല്ലാതാവുമ്പോഴല്ലേ.
അല്ല അത് മോദിയുടെ എവിടെയാണ് പ്രസക്തി? പുറമെ അല്ല, ഇത് നമ്മൾ ശരിയാണ്, നമ്മൾ പുറമേ നോക്കുമ്പോൾ പ്രസക്തി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ വിജയ് പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജിവെച്ച് പോകാൻ. അല്ല, മോദിയുടെ പ്രസക്തി എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഈ പാർട്ടി വന്നതല്ല, അദ്ദേഹത്തിന് ഒരു പാർട്ടിയാണ് കൊണ്ടിരുത്തിയിരിക്കുന്നത്, RSS അല്ലെങ്കിൽ. ആയിക്കോട്ടെ ചേട്ടാ, ഞാൻ ചോദിക്കുന്ന പാർട്ടിയുടെ ഇതൊന്നുമല്ല. ഇപ്പൊ പിന്തലമുറക്കാരാണ് ചേട്ടൻ ചോദിക്കുന്നത്. അമിത്ഷാ ഉണ്ട്, യോഗിയുണ്ട്, തേജസ്വി യാദവ് വരെ താഴോട്ട് കിടപ്പുണ്ട് ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ അണ്ണാമലയുണ്ട്. അണ്ണാമല സൗത്ത് തെക്കേ ഇന്ത്യയിലുണ്ട്. അല്ല, തെക്കേ ഇന്ത്യയിലുള്ളത് ഞാൻ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസിനെയാണല്ലോ ഇപ്പൊ നമ്മൾ പ്രധാനമന്ത്രി അങ്ങനെ തെക്കേ ഇന്ത്യന്മാർ ആയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പേരുകൾ പറഞ്ഞത്. തീർച്ചയായിട്ടും. പക്ഷെ എന്തായാലും ഇത്രയും പേരുള്ള സ്ഥിതിക്ക് പക്ഷെ ഞാൻ ചോദിക്കുന്ന നരേന്ദ്രമോദി ഇപ്പൊ ഇവിടെ രാജിവെക്കണമെന്ന് ജനങ്ങളോടൊരു പോൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും അതിലൊരു പോൾ ഭൂരിപക്ഷം ഒരിക്കലും കിട്ടൂല രാജിവെക്കണമെന്നുള്ള. അത് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പ്രസക്തി കുറഞ്ഞു. അല്ലെങ്കിൽ BJPയിൽ ഏറ്റവും പ്രസക്തിയുള്ള പേരാരെന്ന് ഇപ്പൊ ചോദിച്ചാൽ നരേന്ദ്രമോദി 2 വട്ടം വന്നപ്പോഴാണ് കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് അവിടെ ഇത്രയും വോട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ എന്തെങ്കിലും കേരളത്തിൽ അത് സംഭവിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. കേരളത്തിൽ ഇത്രയും BJP വിരുദ്ധമുള്ള. അപ്പം വേറെ ആരെങ്കിലും ചേട്ടൻ പറയുന്നത് നിതിൻ ഗഡ്കരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അമിത്ഷായോ ആരെങ്കിലും വന്നത് സുരേഷ് ഗോപിക്ക് അത്രയ്ക്ക് വോട്ട് കിട്ടുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പൊ അത്രയും ഞാൻ പറഞ്ഞോളൂ. ഈ പ്രസക്തി ഉള്ളപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരന്മാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ഒരു MLA ആണ് പറഞ്ഞത്. അത് വെറുതെ അദ്ദേഹം ചിലപ്പോൾ ഗഡ്കരിയെ കുറിച്ചുള്ള ഒരു പ്രശംസ പറഞ്ഞതിൽ എന്തെങ്കിലും വേറെ നേട്ടമുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നരേന്ദ്രമോദിയെ അവരുടെ RSSും അവർ BJPയുമാണ് ഇങ്ങനെ കൊണ്ട് പ്രധാനമന്ത്രിയാക്കി എന്നുണ്ടെങ്കിൽ അവരുടെ സംഘടനാ തത്വത്തിൽ അവരൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ കേൾക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഈ വിഷയം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു RSS എന്ന് പറയുന്നത് ഒരു ബാക്ക് ബോൺ ആണ് BJPയുടെ. അങ്ങനെ വരുമ്പോൾ RSS ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു നരേന്ദ്രമോദിയോ ഒരു യോഗി ആദിത്യനാഥനോ അല്ല അവരുടെ മുന്നിലുള്ളത്. അവർക്ക് ഇങ്ങനെ എത്രയെങ്കിലും വർഷത്തൊരു പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. ആ പ്ലാൻ കണക്കാക്കിയിട്ട് അവർക്ക് ആൾക്കാരും അവരെ മനസ്സിലുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഇല്ല. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് അനുബന്ധമായി ഇതും കൂടെ പറയാം. അതായത് നരേന്ദ്രമോദി മാറണം എന്നൊരു അവരുടെ പാർട്ടി ഘടകത്തിൽ പറയുകയാണ്. അത് അദ്ദേഹം അനുസരിക്കാൻ പോയാലും ഇല്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ നരേന്ദ്രമോദിയെ ആവശ്യമുണ്ട്. കുറഞ്ഞ പക്ഷം ഈ ടേം തീരുന്നവരെങ്കിലും അദ്ദേഹം വിജയ് പറഞ്ഞ പോലെ മറ്റേത് ചെറുപ്പക്കാരെക്കാളും അദ്ദേഹം ചെറുപ്പമാണ്, മനസ്സുകൊണ്ട് വൈബ്രന്റ് ആണ്. അദ്ദേഹം വരുന്ന ഒരു ദിവസം ലീവ് എടുക്കുന്നു. അതെ, ഒരു വൈബാണ്. യുവാക്കൾക്കിടയിൽ ഒരു അദ്ദേഹത്തിന് വളരെ ആരാധനയുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി. അപ്പോൾ ഗഡ്കരി അടുത്ത പ്രധാനമന്ത്രി ആകും എന്ന് പറഞ്ഞൊരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്, പ്രധാനമന്ത്രി ആക്കണമെന്ന് ബോംബ് പൊട്ടിച്ചിരിക്കുന്ന കർണാടകത്തിലെ ഒരു MLA ആണ്. അതൊരു വാർത്തയിൽ ഒരു ചെറിയ പുതുമയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.